ഹായ് ഹലോ എൻ്റെ കഴിക്കുന്നത് ഈ ഒരു കുഞ്ഞ് പ്ലാന്റ് കണ്ടോ. ഇത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ഇപ്പോൾ ഫസ്റ്റ് ടൈം നമ്മുടെ പ്ലാന്റ് ഫ്ലവറിങ് അയക്കുകയാണ്. ഇത് ആഫ്രിക്കൻ വെൽറ്റ് എന്ന് പറയുന്ന പ്ലാന്റാണ്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഞാൻ ഇതിൻ്റെ ഒരു ഒറ്റ ലീഫ് നട്ടിട്ടാണ് നമ്മുടെ ഒരു പ്ലാന്റ് പ്രൊപ്പഗേറ്റ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ നിറയെ ഇതിൻ്റെ വശങ്ങളിൽ നിന്നൊക്കെ നമുക്ക് ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം, ഒരുപാട് മൊട്ടുകൾ ഇങ്ങനെ വന്നിട്ടുണ്ട്. നമ്മുടെ ഈ ഒരു ചെടിയിൽ ഇപ്പോൾ ഒരുപാട് തൈകളും വന്നിട്ടുണ്ട്. ഈ കാണുന്ന ഒരൊറ്റ ലീഫ് ഞാൻ നട്ടിട്ട് ആ ലീഫിൻ്റെ വശങ്ങളിൽ നിന്നായിട്ട് വന്നിട്ടുള്ള തൈകളാണിത്. അപ്പോൾ നമ്മൾ ആഫ്രിക്കൻ വയലറ്റ് പ്ലാന്റും ബെഗോണിയ പ്ലാന്റ്സൊക്കെ നമുക്ക് ഇതുപോലെ ലീഫ് പ്രൊപ്പഗേഷൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ മദർ പ്ലാന്റ്. ഇതിൻ്റെ അടിഭാഗത്തായിട്ട് വരുന്ന മുറ്റി ഇലകൾ നോക്കി വേണം നമ്മൾ കട്ട് ചെയ്തെടുക്കാനായിട്ട് നടാൻ. അതുപോലെ തന്നെ കട്ട് ചെയ്യുമ്പോൾ ഈ ഒരു ലെങ്ത്തിന് വേണം നമ്മൾ കട്ട് ചെയ്തെടുക്കാനായിട്ട്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഘടകം ഇതിൻ്റെ പോട്ടി മിക്സ് ആണ്. മണലാണ് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എടുക്കുന്ന. മണലും ചകിരിച്ചോറുമാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള പോട്ടി മിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ മണലിൽ നമ്മൾ നട്ടു കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അത് വേര് പിടിച്ച് കിട്ടുന്നതാണ്. അല്പം പോലും സൺലൈറ്റ് ഡയറക്റ്റിൻ്റെ ലീഫിൽ തട്ടാനായിട്ട് പാടില്ല. അതുപോലെ തന്നെ ഈ പ്ലാന്റ് നടുമ്പോൾ ഓവറായിട്ടുള്ള വാട്ടറിങ് കൊടുക്കുകയും ചെയ്യരുത്. അമിതമായിട്ടുള്ള വളപ്രയോഗം ആവശ്യമില്ലാത്തൊരു പ്ലാന്റ് ആണിത്. ഇതിന്റെ ലീഫ് പ്രൊപ്പഗേഷനെ കുറിച്ചുള്ള ഫുൾ വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും.